ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കിഡ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിൽ നമ്മൾ ബേസിക് ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതല്ല എന്ന് പറയേണ്ട കുറേ സിറ്റുവേഷൻസ് വരും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഞാൻ ആണ് എന്നെങ്ങനെയാണ് പറയുക? ഐ ആം. ഞാൻ അല്ല എന്നെങ്ങനെ പറയും? ഐ എം നോട്ട്. ഞാൻ ഇന്നതിൽ പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഐ ആം ഫ്രം അല്ലെങ്കിൽ ഐ ആം ഇൻ ടു, അങ്ങനെ നമ്മൾക്ക് പറയാം. ഇനി ഞാൻ അതിൽ പെട്ടതല്ല, ഐ എം നോട്ട് ഇൻ ടു ദാറ്റ്, ഐ ആം നോട്ട് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം. സെൻറ്റൻസസിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഡെയിലി അത്യാവശ്യം വരുന്ന സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഐ ആം ഹെന്ന, ഞാൻ ഹെന്നയാകുന്നു. ഐ ആം 31 years old, എനിക്ക് 31 വയസ്സാണ്. ഐ ആം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി, ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ്. ഐ എം കമ്മിങ് ഫ്രം ചാലക്കുടി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഐ എം എ മലയാളി, ഞാൻ ഒരു മലയാളിയാണ്. ഐ എം എ കേരളൈറ്റ്, ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. ഐ എം ദി യങ്ങസ്റ്റ്, ഞാൻ ഏറ്റവും ഇളയതാണ്. ഐ എം ദി എൽഡസ്റ്റ് ഡോട്ടർ, ഞാൻ ഏറ്റവും മൂത്ത മകളാണ്. ഐ എം എ പേഷ്യൻറ്റ്, ഞാൻ ഒരു രോഗിയാണ്. ഐ എം ഒബ്സെസ്ഡ് വിത്ത് മ്യൂസിക്, ഞാൻ പാട്ടിൽ ഭയങ്കര ഭ്രമമുള്ള ഒരാളാണ് അല്ലെങ്കിൽ എനിക്ക് പാട്ട് ഭയങ്കര ഭ്രമമാണ്. ഐ എം ലിവിങ് ഇൻ ലണ്ടൻ, ഞാൻ ലണ്ടനിലാണ് ജീവിക്കുന്നത്. ഐ എം എ മദർ ഓഫ് 4 kids, ഞാൻ 4 കുട്ടികളുടെ അമ്മയാണ്. ഐ എം എ ഹെന്ന ആർട്ടിസ്റ്റ്, ഞാൻ ഒരു ഹെന്ന ആർട്ടിസ്റ്റാണ്. ഐ എം എൻ ഇംഗ്ലീഷ് ട്യൂട്ടർ, ഞാൻ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ്. ഐ എം ലക്കി, ഞാൻ ഭാഗ്യവതിയാണ്. ഐ എം കൺസീവിങ് അല്ലെങ്കിൽ ഐ എം ക്യാരിയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാണ്. ഐ എം ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്, ഞാൻ അത് ചെയ്യാൻ നിർബന്ധിതയാണ്. ഐ എം എ യങ് ലേഡി, ഞാൻ ഒരു യുവതിയാണ്. ഐ എം എൻ ഓൾഡ് വുമൺ, ഞാൻ ഒരു വൃദ്ധയാണ്. ഐ എം എ ഗുഡ് വൈഫ്, ഞാൻ ഒരു നല്ല ഭാര്യയാണ്. അതെൻ്റെ ഹസ്ബൻഡ് പറയണം കേട്ടോ, ഞാനിവിടെ ജസ്റ്റ് ഒരു സെൻറ്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഐ എം എ ബിസിനസ് വുമൻ, ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന സ്ത്രീയാണ്. ഐ എം എൻ ആർട്ടിസ്റ്റ്, ഞാൻ ഒരു കലാകാരിയാണ്. ഐ എം സ്റ്റിൽ യങ്, ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. ഐ എം ഫാറ്റ്, ഞാൻ തടിച്ചിട്ടാണ്. ഐ എം സ്ലിം, ഞാൻ മെലിഞ്ഞിട്ടാണ്. ഐ എം ലീൻ, അതും ഞാൻ മെലിഞ്ഞിട്ടാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ എം ടോൾ, എനിക്ക് നല്ല പൊക്കമുണ്ട്. ഐ എം ഷോർട്ട്, ഞാൻ പൊക്കം കുറഞ്ഞ ആളാണ് അല്ലെങ്കിൽ എനിക്ക് പൊക്കം കുറവാണ്. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. ഐ എം ഗോയിങ് ടു ബൈ എ കാർ, ഞാൻ ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്, ഞാൻ ഒരു വീട് പണിയാൻ പോവുകയാണ്. ഐ എം ട്രൈങ് ടു റെസ്റ്റ്, ഞാൻ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ വിശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐ എം വർക്കിംഗ് ഇൻ എ കമ്പനി, ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഐ എം വാക്കിംഗ്, ഞാൻ നടക്കുകയാണ്. ഐ എം റണ്ണിങ് അറൗണ്ട്, ഞാൻ ചുറ്റും ഓടുകയാണ്. ഐ എം എ ടീനേജർ, ഞാൻ ഒരു കൗമാരക്കാരിയാണ്. ഐ എം ഇൻ ടു ബിസിനസ്, ഞാൻ ബിസിനസ്സിലാണ് അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് ഐ എം ഇൻ ടു ബിസിനസ് എന്ന് നമുക്ക് പറയാം. ഐ എം ഗോയിങ് ടു ലീവ് മൈ കിഡ്സ് അറ്റ് ഹോം, ഞാൻ എൻ്റെ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോവാണ്. ഐ എം ടേണിങ് 32 നെക്സ്റ്റ് വീക്ക്, ഞാൻ അടുത്ത ആഴ്ച 32 വയസ്സാകും അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച 32 വയസ്സാകും എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി ഞാൻ അല്ല എന്ന് നമ്മളെങ്ങനെ പറയും? ഐ എം നോട്ട്. ഐ എം നോട്ട് ഫാറ്റ്, ഞാൻ തടിയുള്ള ആളല്ല. ഐ എം നോട്ട് സ്ലിം, ഞാൻ മെലിഞ്ഞിട്ടല്ല. ഐ എം നോട്ട് വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നില്ല. ഐ എം നോട്ട് റിച്ച്, ഞാൻ ധനികയല്ല. ഐ എം നോട്ട് പുവർ, ഞാൻ പാവപ്പെട്ട ഒരാളല്ല. ഐ എം നോട്ട് റണ്ണിങ്, ഞാൻ ഓടുന്നില്ല. ഐ എം നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്, ഞാൻ പങ്കെടുക്കുന്നില്ല. ഐ എം നോട്ട് ടോൾ, എനിക്ക് പൊക്കമില്ല. ഐ എം നോട്ട് എ തമിലിയൻ, ഞാൻ ഒരു തമിഴ് ഗണത്തിൽപ്പെട്ട ഒരാളല്ല. ഐ എം നോട്ട് എ ശ്രീലങ്കൻ, ഞാൻ ഒരു ശ്രീലങ്കക്കാരിയല്ല, ശ്രീലങ്കയിലുള്ള ഒരാളല്ല. ഐ എം നോട്ട് എ കിഡ്, ഞാൻ ഒരു കുട്ടിയല്ല. ഐ എം നോട്ട് എ മെയിൽ, ഐ ആം എ ഫീമെയിൽ,
ഞാൻ ഒരു പുരുഷനല്ല, ഞാനൊരു സ്ത്രീയാണ്. ഐ എം നോട്ട് എ ഡോക്ടർ, ഞാൻ ഡോക്ടറല്ല. ഐ എം നോട്ട് ഫിറ്റ് ആസ് യു, എനിക്ക് നിൻ്റെ അത്രയും ആരോഗ്യമില്ല. ഐ എം നോട്ട് ബോൾഡ് ഇനഫ്, എനിക്ക് അത്രയ്ക്കും ധൈര്യമില്ല. ഐ എം നോട്ട് സ്മാർട്ട്, ഞാൻ സ്മാർട്ടായിട്ടുള്ള ഒരാളല്ല. ഐ എം നോട്ട് ഗോയിങ് ദെയർ, ഞാൻ അവിടെ പോകുന്നില്ല. ഐ എം നോട്ട് ലീവിങ് ദ സിറ്റി, ഞാൻ സിറ്റി വിടുന്നില്ല, ഞാൻ ഈ പട്ടണം വിട്ട് പോകുന്നില്ല. ഐ എം നോട്ട് ലിവിങ് ഹിയർ എനിമോർ, ഞാൻ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. ലിവിങ് ലീവിങ് അത് തെറ്റിപ്പോകരുത് കേട്ടോ. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക. ലീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകുക. ഐ എം ലീവിങ് ദിസ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി വിട്ട് പോവാണ്, ജോലി വേണ്ടാന്ന് വെച്ച് പോവാണ്. ഐ എം ലീവിങ് ദിസ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിറ്റി വിട്ട് പോവാണ്, ഞാൻ ഇനി ഈ സിറ്റിയിൽ നിൽക്കുന്നില്ല എന്നാണ് അർത്ഥം. ഐ എം നോട്ട് ലീവിങ് മൈ കിഡ്സ് ടു സ്കൂൾ ടുമോറോ, ഞാൻ നാളെ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല. ഐ എം നോട്ട് ലീവിങ് ടു ജിം നൗ, ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ദ സിറ്റി, ഞാൻ സിറ്റിയിലേക്ക് പോകുന്നില്ല. ഐ എം നോട്ട് എ സ്റ്റുപ്പിഡ് പേഴ്സൺ, ഞാൻ ഒരു പൊട്ടിയല്ല, ബുദ്ധിയില്ലാത്ത ഒരാളല്ല എന്നാണ് ഐ എം നോട്ട് എ സ്റ്റുപ്പിഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഐ എം നോട്ട് ബ്രേവ്, എനിക്ക് അത്ര ധൈര്യമില്ല. ഐ എം നോട്ട് ആൻ എത്തീസ്റ്റ്, ഞാൻ ഒരു നിരീശ്വരവാദിയല്ല. ഐ എം നോട്ട് ക്രേസി, എനിക്ക് വട്ടില്ല. ഐ എം നോട്ട് കമ്മിങ് ടുഡേ, ഞാൻ ഇന്ന് വരുന്നില്ല. ഐ എം നോട്ട് പ്ലേയിങ് എനിമോർ, ഇനി ഞാൻ കളിക്കുന്നില്ല. ഐ എം നോട്ട് അപ്ലൈയിങ് ഹെന, ഞാൻ മൈലാഞ്ചി ഇടുന്നില്ല. ഐ എം നോട്ട് ഗോണ പ്ലേ വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ പോണില്ല. ഐ എം നോട്ട് ലൈക്കിങ് ഹെർ, എനിക്ക് അവളെ ഇഷ്ടപ്പെടുന്നില്ല. ഐ എം നോട്ട് ലൈക്കിങ് ഹിസ് ക്യാരക്ടർ, എനിക്ക് അവൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല. ഐ എം നോട്ട് എ ബോറിങ് പേഴ്സൺ, ഞാൻ അത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇനി ആം ഐ എന്നുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടോ? ആം ഐ എന്ന് വെച്ചാൽ ഞാൻ ആണോ? ആം ഐ ദാറ്റ് സ്റ്റുപ്പിഡ്, ഞാൻ അത്ര പൊട്ടനാണോ? ആം ഐ ഷൈ, ഞാൻ നാണക്കാരിയാണോ? ആം ഐ ഡൂയിങ് റൈറ്റ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആം ഐ സോ ലക്കി, ഞാൻ അത്ര ഭാഗ്യവതിയാണോ? ആം ഐ സോ പ്ലീസിങ്, ഞാൻ അത്ര പ്ലീസിങ് ആയിട്ടുള്ള ഒരാളാണോ? ആം ഐ മാഡ്, എനിക്കെന്താ വട്ടാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ആം ഐ എന്ന് വെച്ചാൽ ഞാൻ ആണോ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ആം ഐ ഡൂയിങ് റൈറ്റ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ ആം ഐ എന്ന് വെച്ചാൽ ഞാൻ ആണോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോപ്പ് ദി വീഡിയോ വാസ് യൂസ്ഫുൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അൻറ്റിൽ വി സീ നെക്സ്റ്റ് ടൈം, ബൈ ബൈ, ടേക്ക് കെയർ.